കേരളത്തിലെ ആദ്യ ട്രാൻസ് വുമൺ ഓട്ടോ ഡ്രൈവറായ അന്നയുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി. ധൈര്യവും ആത്മവിശ്വാസവും കൊണ്ടാണ് അന്ന തൻ്റെ ജീവിതം പടുത്തുയർത്തിയത്. എൻ്റെ പേര് അന്ന രാജു എന്നാണ്. ഞാൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഞാൻ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ ഓട്ടോക്കാരിയാണ്. എറണാകുളത്ത് ഓടുന്നു. കാക്കിയിട്ട അന്നയ്ക്ക് പറയാനുള്ളത് കഷ്ടപ്പാടിന്റെ മാത്രമല്ല, തീരാ നോവിന്റെയും കഥയാണ്. സർജറികളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും എല്ലാവരെ പോലെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സർജറി കഴിഞ്ഞിട്ട് മൂന്നര വർഷം ആകുന്നു ഇപ്പം. പിന്നീട് എനിക്ക് പിന്നെ കുറച്ച് പെറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയി. പിന്നെ എനിക്ക് നേരത്തെ ലൈസൻസ് ഉണ്ടായിരുന്നു, ഓട്ടോ ഓടിക്കാൻ അറിയാമായിരുന്നു. ഇത് ലൈസൻസ് ഒരു ഫീമെയിൽ എന്നൊരു കാറ്റഗറിയിലേക്ക് മാറ്റി കിട്ടാൻ വേണ്ടി കുറച്ച് റിസ്ക് ഉണ്ടായിരുന്നു. അത് പിന്നെ നമ്മുടെ ലീഗൽ സർവീസ് അതോറിറ്റിയൊക്കെ ഇടപെട്ട് പെട്ടെന്ന് ഇതായി. അപ്പം പിന്നെ പെട്ടെന്ന് ഒരു ഓട്ടോ വേണം, സ്വന്തമായിട്ട് തൊഴിൽ വേണമെന്ന് പണ്ട് പോലെ ആഗ്രഹമുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓട്ടോ മേടിക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അത് പെട്ടെന്ന് പ്രാവർത്തികമാവില്ല. ഞാൻ കുറേ അന്വേഷിച്ചിട്ട് അത് നമുക്ക് ഫിനാൻസ് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഒരാൾ എന്നോട് ഹെൽപ്പ് ചെയ്യാൻ ഓട്ടോ എടുത്തു തരാം, പിന്നീട് ഫിനാൻസ് അടച്ചു പൊക്കോ, പിന്നീട് എപ്പോഴെങ്കിലും ക്യാഷ് ഉണ്ടാകുമ്പോൾ ഒന്നായിട്ട് കൊടുത്ത് അത് ക്ലോസ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. ഇപ്പം ലൈസൻസിൻ്റെ കാര്യം പെട്ടെന്ന് റെഡിയായിപ്പോൾ ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തു. എന്തായാലും വലിയ കുഴപ്പമില്ലാതെ ഇപ്പോൾ ഏതാണ്ട് 1 വർഷം ആവാൻ പോകുന്നു. വലിയ കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നു. കൂട്ടിന് എല്ലാമായ പാർട്ട്ണറുമുണ്ട്. ഇപ്പം എൻ്റെ കൂടെയുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ 3.5 വർഷമായിട്ട് എന്നെ എപ്പോഴും സഹായിക്കാനും എല്ലാത്തിനും എൻ്റെ കൂടെയുള്ള ഒരാളാണ്. ആളുടെ പേര് ഞാൻ എന്തായാലും വെളിപ്പെടുത്തുന്നില്ല. വേർതിരിവുകളില്ലാത്ത മേഖലയിലേക്ക് കടന്നു വന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഇപ്പോൾ ഇവിടെ അടുത്ത പരിസരത്തുള്ള സ്റ്റാൻഡുകളിലേക്ക് ആയാലും എല്ലാവരും നല്ല കമ്പനിയാണ്, കുഴപ്പമൊന്നുമില്ല. എവിടെ വെച്ചാലും എല്ലാവരും ഹായ് പറഞ്ഞു പോകുന്നൊരു നമുക്കൊരു മാറ്റി നിർത്തലില്ലാത്തൊരു ഫീൽഡാണ് ഞാൻ തിരഞ്ഞെടുത്തതെന്ന് ആ ഒരു ഇതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. വണ്ടി വന്നേ പിന്നെ എനിക്ക് ഒത്തിരി ചേർത്ത് നിർത്തലുകൾ ഉണ്ടായെന്ന് വെച്ചാൽ ഒരുപാട് അവഗണന മാത്രം സഹിച്ച് മുന്നോട്ട് വന്നൊരു ലൈഫാണ് ഞങ്ങളുടെയൊക്കെ. അപ്പം അതിൽ നിന്ന് എനിക്ക് മാത്രമല്ല എൻ്റെ കമ്മ്യൂണിറ്റിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഏലൂർ തന്നെ വേറെ കുറച്ച് എൻ്റെ കൂടുതൽ പിള്ളേർ താമസിക്കുന്നുണ്ട്, ഞങ്ങൾ അടുത്തടുത്ത് താമസിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ പറഞ്ഞ വീട് മാറുമ്പോൾ ഞങ്ങൾ ഏലൂർ തന്നെ എടുക്കുന്നുള്ളൂ. ഏലൂരുള്ള ആളുകൾ നമ്മളെന്താണെന്നൊക്കെ കുറച്ച് മനസ്സിലാക്കിയ പിന്നെ ഭയങ്കര നമ്മളോടൊരു സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കുന്ന ആളുകളാണ്. സകല ട്രാൻസ്ജെൻഡർ മനുഷ്യരെയും പോലെ തന്നെ സഹനങ്ങളുടെ എത്ര കയ്പുനീർ കുടിച്ചു തീർത്തിട്ടാണ്, പോരാട്ടങ്ങളുടെ എത്ര ഇരുൾത്തിരകൾ നീന്തി തീർത്തിട്ടാണ് സ്വന്തം വെളിപ്പെടുത്താനായത്. ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും പെട്ടെന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോരുക എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ലൈഫിൽ ഞാൻ ഒരു ഫൈറ്റിങ്ങിലൂടെയാണ് വീട്ടിലെ എൻ്റെ ഐഡൻറ്റിറ്റി വീട്ടുകാരൊക്കെ അറിയണേ. പൊതുവേ നമുക്ക് കമ്മ്യൂണിറ്റിക്ക് അവഗണന നേരിട്ടുകൊണ്ടിരുന്നൊരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഹോർമോൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ ഒരു പോലീസുകാരൻ പ്രകോപനപരമായി സംസാരിച്ച സമയത്ത് ആൽമരത്തെ കയറി. അങ്ങനെ ആ ഒരു ആൽമരത്തെ കയറലിലൂടെയാണ് എൻ്റെ വീട്ടുകാർ മൊത്തം എൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയോ ഈ ചാനലിൽ കിട്ടി. അപ്പം എൻ്റെ പേരും അഡ്രസ്സും പറഞ്ഞു തന്നെ എൻ്റെ വീടിൻ്റെ സ്ഥലം, അതായത് നേരിമംഗലാണ് എൻ്റെ വീട്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് അപ്പം ടി വിയിൽ വാർത്തയിലൂടെയാണ് നാട്ടുകാർ. അപ്പം എനിക്ക് പെട്ടെന്ന് ഇപ്പം സാധാരണ നമ്മുടെ വീട്ടിലെ ഐഡൻറ്റിറ്റി തുറന്നു ചിലപ്പോൾ അമ്മയോ അല്ലെങ്കിൽ ചേച്ചിയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും 1-2 പേരൊക്കെ ആയിരിക്കും അറിയണം, അല്ലെങ്കിൽ നമ്മളെ എവിടെയെങ്കിലും വെച്ച് കണ്ടു എന്ന് 1-2 പേരൊക്കെ ആയിരിക്കും അറിയുന്നത്. പക്ഷേ എനിക്ക് പെട്ടെന്ന് എല്ലാ സ്ഥലത്തുനിന്നും പുറത്താക്കൽ പോലെ ഒരു അവസ്ഥയായി. പിന്നെ എന്തായാലും ഒരു ഹാപ്പിയായ ലൈഫിൽ തന്നെയാണ് പോകുന്നത്, കുഴപ്പമൊന്നുമില്ല. വരുന്ന ഫെബ്രുവരി 9 അന്നയുടെ വർഷപൂജയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവളായതിന്റെ ജന്മദിനം. ഈ വരുന്ന വർഷപൂജ ദിവസം അന്ന എന്നത്തേക്കാളും സന്തോഷവതിയായിരിക്കും. സ്വന്തം ഉറക്കെ പറയാൻ പ്രാപ്തയായതിന്, അധ്വാനിച്ച് അന്നമുണ്ടാക്കാൻ തുടങ്ങിയതിന്, അകറ്റി നിർത്തലും തീണ്ടാ പലകകളുമില്ലാത്ത ലോകം സ്വപ്നം കണ്ടു തുടങ്ങിയതിന് ശേഷമുള്ള വർഷപൂജ. ഫെബ്രുവരി 9 എൻ്റെ വർഷപൂജയാണ്. അതായത് സർജറി കഴിഞ്ഞിട്ട് ഒരേ വർഷവും നമ്മൾ വർഷപൂജ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആഘോഷിക്കും. ചിലർ ഒരെണ്ണം ആഘോഷിച്ച് നിർത്തും, ചിലർ 2 ഒറ്റ സംഖ്യയിൽ നിർത്തണം. അപ്പം 3ാമത്തെ വർഷപൂജയാണ് ഈ വരുന്ന ഫെബ്രുവരി 9. ഇത്തവണ ഞാൻ പറഞ്ഞപ്പോൾ ഇവിടെ താമസിക്കുന്ന എൻ്റെ ഹൗസ് ഓണർ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. ഞാൻ ചോദിച്ചു ഇവിടെ വെച്ച് ചെറിയ പരിപാടി നടത്തിക്കോട്ടെ എന്ന് പറഞ്ഞു. നിങ്ങളുടെ വീട്ടിൽ വെച്ച് എന്തെങ്കിലും പരിപാടി നടത്തണം, എന്നോട് ചോദിക്കേണ്ട ആവശ്യം എന്താ, ഞാൻ ഫംഗ്ഷൻ എന്തായാലും ഞാൻ വരാം, എന്തായാലും അവിടെ ചെന്ന് നടത്തിക്കോ, ഫ്രണ്ടിൽ പന്തലിടും, എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു. അതും ഒരുപാട് സന്തോഷം.
സ്ത്രീയാകാൻ അനുഭവിക്കേണ്ടി വന്ന ശാരീരിക മാനസിക പ്രയാസങ്ങളും ചെറുതല്ല. ശാരീരികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഓരോ എല്ലുകൾക്കും കൈക്കും കാലിനൊക്കെ വേദന, ക്ഷീണം, അങ്ങനെയുള്ള പ്രശ്നങ്ങളും. പിന്നെ ഹോർമോൺ കണ്ടിന്യൂസ് 50-55 ദിവസം വരെയും കഴിക്കണമെന്നാണ് ഡോക്ടർ പറയുന്നത്. അന്നയുടെ സ്വപ്നങ്ങൾക്ക് വേഗം കൂട്ടിയത് ഈ ഓട്ടോറിക്ഷയാണ്. ചേർത്ത് നിർത്തലുകളിലൂടെ മാത്രം പുതുജീവിതത്തിലേക്ക് വന്നവളാണ് അന്ന. ഓരോ ഓട്ടവും പ്രതീക്ഷയുള്ളതാകട്ടെ. അരുൺ നമ്പ്യാർക്കൊപ്പം ഷീന മാർട്ടിൻ, ന്യൂസ് മലയാളം, കൊച്ചി.